അയോധ്യാകാന്ഡം. ചോദ്യം 1. രാമാഭിഷേകം മുടക്കാൻ കൈകേയിയെ പ്രേരിപ്പിച്ച സ്ത്രീ. ഉത്തരം മന്ദര. 2. കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ട വരങ്ങൾ. ഉത്തരം ഭരതനെ രാജാവാക്കണമെന്നും രാമനെ 14 വർഷം വനവാസത്തിനയക്കണമെന്നും. 3. ലക്ഷ്മണൻ രാമനോടൊപ്പം വനവാസത്തിന് പോകുന്ന സമയത്ത് സുമിത്ര ലക്ഷ്മണന് നൽകിയ ഉപദേശമെന്ത്? ഉത്തരം രാമനെ ദശരഥനെന്നും സീതയെ സുമിത്രയെന്നും വനത്തെ അയോധ്യയെന്നും കരുതുക. 4. രാമലക്ഷ്മണന്മാരെ ഗംഗാനദി കടത്തിവിട്ടതാര്? ഉത്തരം ഗുഹൻ. 5. ഭരദ്വാജനെ കണ്ട ശേഷം രാമൻ താമസമുറപ്പിച്ചതെവിടെ? ഉത്തരം ചിത്രകൂടാചലത്തിൽ. 6. നായാട്ടിനിടയിൽ ദശരഥനാൽ വധിക്കപ്പെട്ട മുനികുമാരൻ. ഉത്തരം ശ്രവണൻ. 7. നായാട്ടിനിടയിൽ ദശരഥൻ ശ്രവണനെ കൊല്ലാനിടയായതെങ്ങനെ? ഉത്തരം ഒരു കുട്ടി മൺപാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ആന വെള്ളം കുടിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്തപ്പോൾ. 8. ശ്രവണൻ്റെ അച്ഛൻ ദശരഥന് നൽകിയ ശാപം. ഉത്തരം പുത്രദുഃഖത്താൽ മരിക്കുമെന്ന്. 9. ദശരഥൻ്റെ മരണസമയത്ത് മക്കൾ എവിടെയായിരുന്നു? ഉത്തരം രാമനും ലക്ഷ്മണനും കാട്ടിലും ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്തും. 10. ദശരഥൻ മരിക്കാനിടയായ സംഭവമറിഞ്ഞ് ഭരതൻ ചെയ്തതെന്ത്? ഉത്തരം കൗസല്യയെ സാന്ത്വനിപ്പിച്ച് രാമനെ കാണാൻ കാട്ടിൽ പോയി. 11. ഭരതൻ ശ്രീരാമപാദകം വെച്ച് ഭരിക്കുമ്പോൾ താമസിച്ച സ്ഥലം. ഉത്തരം നന്ദിഗ്രാമം. 12. രാമനെ കാട്ടിൽ വെച്ച് ആക്രമിച്ച രാക്ഷസൻ. ഉത്തരം വിരാതൻ. 13. വിരാതവധത്തിന് ശേഷം രാമൻ ദർശിച്ച മുനി. ഉത്തരം അഗസ്ത്യ. 14. അഗസ്ത്യമുനിയുടെ ഭാര്യ. ഉത്തരം ലോപമുദ്ര. 15. അഗസ്ത്യനെ ദർശിച്ച ശേഷം ആരെയാണ് രാമൻ കണ്ടത്? ഉത്തരം ജടായു. 16. ജടായുവിൻ്റെ ചിറകരിയാൻ രാവണൻ ഉപയോഗിച്ച ആയുധം. ഉത്തരം ചന്ദ്രഹാസം. 17. ജടായുവിനെ കണ്ട ശേഷം രാമൻ താമസിച്ചതെവിടെ? ഉത്തരം പഞ്ചവടി. 18. പഞ്ചവടിയിൽ വന്ന രാക്ഷസി ഏത്? ഉത്തരം ശൂർപ്പണഖ. 19. ശൂർപ്പണഖ ആരായിരുന്നു? ഉത്തരം രാവണൻ്റെ സഹോദരി. 20. മാനിൻ്റെ വേഷത്തിൽ വന്ന് സീതയെ ആകർഷിക്കാൻ ശ്രമിച്ച രാക്ഷസൻ. ഉത്തരം മാരീചൻ. 21. സീതയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ രാവണൻ ഉപയോഗിച്ച വേഷം. ഉത്തരം കപട സന്യാസിയുടേത്. 22. രാവണൻ സീതയെ കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം. ഉത്തരം പുഷ്പക വിമാനം. 23. സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ രാവണനെ തടഞ്ഞു നിർത്തിയതാര്? ഉത്തരം ജടായു. 24. സീതാപഹരണം രാമലക്ഷ്മണന്മാരെ ആദ്യം അറിയിച്ചതാര്? ഉത്തരം ജടായു. 25. കബന്ധവധശേഷം ശ്രീരാമൻ ദർശിച്ച മുനി. ഉത്തരം ശബരി. 26. രാമന് ശബരി നൽകിയ ഉപദേശം. ഉത്തരം പമ്പാതീരത്ത് ഋഷ്യമൂകാചലത്തിൽ പോയി സുഗ്രീവനെ കാണാൻ. 27. ഏത് വേഷത്തിലാണ് ഹനുമാൻ ശ്രീരാമ ലക്ഷ്മണന്മാരെ കാണാൻ പോയത്? ഉത്തരം ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ. 28. ഹനുമാന്റെ പിതാവ്. ഉത്തരം വായുദേവൻ. 29. സുഗ്രീവൻ്റെ മൂത്ത സഹോദരൻ. ഉത്തരം ബാലി. 30. ബാലി വധിച്ച അസുരനാര്? ഉത്തരം ദുന്ദുതി. 31. സുഗ്രീവൻ വധിക്കാൻ വരുന്നുണ്ടെന്നറിഞ്ഞ് ബാലി ഓടി ഒളിച്ചതെവിടെ? ഉത്തരം ബാലികേറ മലയിൽ. 32. ബാലികേറ മലയുടെ ശരിയായ പേര്? ഉത്തരം ഋഷ്യമൂകാചലം. 33. സുഗ്രീവൻ അയച്ച വാനര സേനാംഗങ്ങൾ മഹേന്ദ്രഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി. ഉത്തരം സമ്പാതി. 34. മഹേന്ദ്രഗിരിയിൽ വെച്ച് വാനര സേനാംഗങ്ങൾ കണ്ടുമുട്ടിയ സ്ത്രീ. ഉത്തരം സ്വയംപ്രഭ. 35. ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതമേത്? ഉത്തരം മഹേന്ദ്രഗിരി. 36. ഏത് സ്ത്രീയാണ് ശ്രീലങ്കയിലേക്ക് പോകുന്ന വഴിയിൽ ഹനുമാനെ വിഴുങ്ങിയത്? ഉത്തരം സുരസ. 37. ഏത് സ്ത്രീയാണ് ഹനുമാന് തടസ്സമുണ്ടാക്കാൻ നിഴലിൽ പിടിച്ചു വലിച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ചത്? ഉത്തരം ഛായാഗ്രഹണി. 38. ഛായാഗ്രഹണിയുടെ മറ്റൊരു പേര്? ഉത്തരം സിംഹിക. 39.
ഹനുമാന് പുഷ്പങ്ങളും പഴങ്ങളും നൽകി വിശ്രമിക്കാൻ പറഞ്ഞതാര്? ഉത്തരം മൈനാക പർവ്വതം. 40. ലങ്കയിലെത്തിയപ്പോൾ ഹനുമാനെ തടഞ്ഞു നിർത്തിയതാര്? ഉത്തരം ലങ്കാലക്ഷ്മി. 41. രാമന് നൽകാനായി സീത ഹനുമാന് നൽകിയ അടയാള ആഭരണമേത്? ഉത്തരം ചൂടാമണി. 42. രാവണന്റെ ഭാര്യയുടെ പേര്? ഉത്തരം മണ്ഡോദരി. 43. രാവണന്റെ അച്ഛൻ? ഉത്തരം വിശ്രവസ്. 44. രാവണന്റെ അമ്മയുടെ പേര്? ഉത്തരം കൈകസി. 45. കുബേരന്റെ അമ്മയുടെ പേര്? ഉത്തരം വൈവർണിനി. 46. ഹനുമാനെ കണ്ടെത്തി രാവണന്റെ മുന്നിൽ എത്തിച്ചതാര്? ഉത്തരം മേഘനാഥൻ. 47. ഏത് അസ്ത്രം പ്രയോഗിച്ചാണ് മേഘനാഥൻ ഹനുമാനെ പിടിച്ചത്? ഉത്തരം ബ്രഹ്മാസ്ത്രം. 48. രാവണന്റെ പുത്രന്മാർ ആരൊക്കെ? ഉത്തരം മേഘനാഥൻ, അതികായൻ, അക്ഷയകുമാരൻ. 49. ഹനുമാന് അണിമാതി സിദ്ധികൾ നൽകിയതാര്? ഉത്തരം ശിവൻ. 50. രാവണന്റെ പ്രധാന ആയുധമേത്? ഉത്തരം ചന്ദ്രഹാസം.